ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്നത്തെ വിഷയം വന്നിട്ടുള്ളത് നമ്മൾ ബ്രസ്റ്റ് ക്രാക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സമയത്തുണ്ടാണ് ബ്രസ്റ്റ് ക്രാക്ക്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് റെമഡീസും അത് എന്തുകൊണ്ടാണ് വരുന്നതും അതൊന്നും നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് ഡെലിവറിക്ക് ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്തൊക്കെ എടുക്കാം എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയണത്. സ്വന്തം അനുഭവമാണ് കേട്ടോ. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് പഠിച്ചത്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അറിവ് പകർന്നു തരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും എന്താ സംഭവം എന്ന് നോക്കാം. മുലയൂട്ടുന്ന അമ്മമാരിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണിത് ബ്രസ്റ്റ് ക്രാക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുലയൂട്ടുന്ന പ്രായം കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഫീഡിങ് സമയത്തൊക്കെ ഒരുപാട് വേദന സഹിക്കണം. അതുപോലെ നമുക്കിത് അഥവാ നമ്മൾ കൊടുക്കാതെ വേദന സഹിച്ച് നമുക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാതെ വന്നാൽ പിന്നെ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ബ്രസ്റ്റിന് അതും കേടാണ്. അപ്പം എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് സംഭവം എങ്ങനെ കാണപ്പെടുന്നത് പറയാം. നമ്മൾ നിപ്പിളിന് ചുറ്റും നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ചുറ്റും ചുവപ്പ് തണുപ്പ് പോലെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ ചൊറിഞ്ഞ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫീഡിങ് സമയത്തൊക്കെ ആയിട്ടാണ് ഇത് മുറിയും പിന്നെ വിണ്ട് പിന്നെ പറയേണ്ട നല്ല വേദനയൊക്കെ ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ തന്നെ അതിൻ്റെ ഓരോരോ ലക്ഷണങ്ങൾ കണ്ടുവരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്ന് നമ്മൾ ബ്രസ്റ്റൊക്കെ ഡ്രൈ ആയിട്ട് വരിക. ആ ഡ്രൈ സ്കിന്നിലുള്ളവർക്ക് അത് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ തീരെ കട്ടില്ലാത്ത തൊലിയുള്ളവർക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആ ടൈമിൽ തന്നെ നമ്മൾ അങ്ങനെ അറിയപ്പെടാൻ പറ്റും. കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ചുവപ്പ് പോലെ ഇതാക്കും. അതുപോലെ ചൊറിച്ചിൽ വരിക. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് എന്താ പറയുക ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡൊക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സ്കിന്നുള്ളവർക്ക് ഒരിക്കലും പ്യുവർ കോട്ടൺ അല്ലാത്ത ബ്രാൻഡ് ഉപയോഗിക്കാതിരിക്കുക. കാരണം വിയർപ്പ് അവിടെ തങ്ങി നിന്ന് പിന്നെ ചൊറിച്ചിലായി പിന്നെ നമ്മൾ മാതി ചൊറിഞ്ഞാൽ തന്നെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അങ്ങമാതിരി തൊലി ഉള്ളവർക്കാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നത്. തന്നെയാണ് ഈ ഒരു തൊലി ഉള്ളവർക്ക് തന്നെയാണ് കുട്ടികൾ ഫസ്റ്റ് ടൈമിൽ ഫീഡിങ് എന്ന് വെച്ചാൽ നാവ് നല്ല പരുക്കനായിരിക്കും. ആ സമയത്ത് ഫീഡിങ് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും നമ്മൾ നിപ്പിൾ ഭാഗത്ത് കുട്ടികൾ പാല് കൊടുക്കുന്ന സമയത്തും നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് അതിങ്ങനെ എന്താ പറയുക ഉരസിങ്ങാണ്ട് പിന്നെ പാല് കൊടുക്കുമ്പോഴും ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാവുന്നവർക്ക് ഉണ്ടാകും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്യുവറായിട്ടുള്ള കോട്ടൺ ബ്രാഗുകൾ ഇടുക. അതുപോലെ വിയർപ്പൊന്നും അധികം തങ്ങി നിർത്താൻ സമ്മതിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനുള്ള കാരണങ്ങൾ. ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിത് ഉണ്ടാവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഹോമിയോ ഏറ്റവും ബെസ്റ്റാണ് ഇതിന്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. 40 ഡേയ്സ് ഞാൻ ഇതുണ്ടായിട്ട് അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ അലോപ്പതി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും 5 ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറാത്തത് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് 1 വീക്ക് കൊണ്ടാണ് എനിക്ക് നല്ല ആശ്വാസം കിട്ടി പറഞ്ഞു. പിന്നെ എനിക്ക് ആ സംഭവം വന്നിട്ടില്ല. ആ ഒരു പ്രഗ്നൻസിയിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഇതിലാണ് അത് നമുക്ക് വരാതെ വേണ്ടിയിട്ടുള്ള ഇത് പറഞ്ഞു തരാം. അത് നമുക്ക് ഇത് പറയട്ടെ. ഹോമിയോ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് ഞാൻ അതിന് തരം താഴ്ത്തി പറയല്ല. നമുക്കിപ്പോൾ ചിലതിപ്പോൾ ഇംഗ്ലീഷ് കൊണ്ട് മാറാത്തൊക്കെ നമുക്ക് ഹോമിയോ കൊണ്ട് മാറാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇംഗ്ലീഷിന് തരം താഴ്ത്തി ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതിയെ തരം താഴ്ത്തി പറയല്ല. ഞാൻ കാണിച്ചതിൻ്റെ അനുഭവം കൊണ്ട് പറയണേ. 5 ഡോക്ടേഴ്സിനെ ഞാൻ കാണിച്ചു. 3 സർജനെയും അതുപോലെ 2 ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചു. അവരൊക്കെ ഓയിൻമെൻറ്റ് തരും. അത് ആ തേക്കുന്ന സമയത്ത് മാത്രം നല്ലൊരു ആശ്വാസം കിട്ടുള്ളൂ. പിന്നെ കുട്ടിയെ വീണ്ടും നമ്മൾ പാല് കുടിക്കുമ്പോൾ പിന്നെ വീണ്ടും പഴയതുപോലെ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ 40 ഡേയ്സ് ഞാൻ അങ്ങനെ കൊണ്ടുനടന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഒരു അമ്മായി പറഞ്ഞത് ഇതിന് നല്ലത് ഹോമിയാണ്. ഉള്ളിലേക്ക് മരുന്ന് തരും. ഒരിക്കലും പുറത്തേക്ക് തരില്ല. ഉള്ളിൽ നമുക്ക് ഉള്ളത്തെ കേടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോമിയോയിൽ മരുന്നുണ്ട്. അപ്പോൾ അവിടെ കാണിക്കാനായിട്ട് പറഞ്ഞു.
ഞാൻ കാണിച്ചു. 1 വീക്ക് 2 ദിവസം നന്നായിട്ട് ഏറി വേദന ഉണ്ടായിരുന്നു. പിന്നെ 3-ാം ദിവസം ആയപ്പോൾ തന്നെ നമ്മളെ മുറിയൊക്കെ വാടി. പിന്നെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നന്നായിട്ട് ആശ്വാസം കിട്ടി. വീണ്ടും ഒരു ആഴ്ച കൂടി മരുന്ന് കുടിച്ചിട്ടോ പൂർണ്ണമായിട്ടും മാറാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇനി ഉള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണുക. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇതിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ. ഇംഗ്ലീഷിലേറെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഇതിന് ഹോമിയാണ്. നല്ല മാറ്റം കിട്ടും. 2 ദിവസം കുടിച്ചിട്ട് മാറില്ല എന്ന് പറഞ്ഞ് മാറരുത്. 1 വീക്ക് കുടിക്കുക, എന്നിട്ട് സുഖമല്ലേ നോക്കുക. ഉറപ്പായിട്ടും നല്ല ഇത് ആശ്വാസം കിട്ടും ഹോമിയോയിൽ കേട്ടോ. ഫസ്റ്റ് ഡെലിവറിക്ക് ഉണ്ടായ പിന്നെ സെക്കൻഡ് ഡെലിവറിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡെലിവറിക്ക് ഉണ്ടായവർക്ക് എന്തായാലും ഇപ്പോൾ ചെറിയ ചാൻസുകൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഓയിൽ മസാജ് ചെയ്യുക. നമ്മൾ ബ്രസ്റ്റിന് ഓയിൽ മസാജ് ചെയ്താൽ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ രാത്രി ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് വേണ്ടില്ല, നന്നായിട്ട് ഓയിലാണെങ്കിലും വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഞാനിങ്ങനെ കാണിച്ചു. ഞാൻ എവിടെയോ വായിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടായാൽ. എന്നോട് ആരും പറഞ്ഞൊന്നും എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചെയ്തു. 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചെറിയ സൂചനകൾ വന്നു. എനിക്ക് നമ്മൾ പറയുമല്ലോ അലർജി, ചൊറിച്ചിൽ വരും. അതുപോലെ ചെറുതായിട്ട് ചുവന്നിങ്ങനെ വരും. അങ്ങനെയൊക്കെ വരും നമ്മൾ ഡെലിവറി സമയത്ത് തന്നെ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി രാത്രിയൊക്കെ തേച്ച് കിടന്നൊക്കെയാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ രാത്രി തേച്ച് കിടക്കുക, അല്ലെങ്കിൽ കുളിക്കുന്നത് മുമ്പായിട്ടൊക്കെ മസാജ് ചെയ്തുകൊണ്ട്. പിന്നെ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി അഥവാ ഫസ്റ്റ് ടൈം ഉണ്ടായി ഇനി 2 സെക്കൻഡിൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ലവർക്ക്, ചാൻസ് ഉള്ളവർക്ക് മുൻകരുതലായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് വരില്ല. എനിക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഇതുപോലെ നിൽക്കും. പിന്നെ ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നിലേറെ ഹോമിയോ മരുന്നാണ്. അതിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഹോമിയോ ഡോക്ടറെ കാണിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വീട്ടിലുള്ള റെമഡീസ് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഉണ്ടായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ തന്നെ ഈ ഫസ്റ്റ് ഡെലിവറിക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ചൊറിച്ചിൽ, അതുപോലെ ചെറിയ നമുക്കുണ്ടല്ലോ തൊലി കീറുന്ന വേദന, അങ്ങനത്തെ വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്താണ് മസാജ് ചെയ്താൽ മതി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ. ഞാൻ എനിക്ക് അറിയണതാണെങ്കിൽ പറഞ്ഞു തരാം. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇതുമായി ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവർക്കേ അറിയുള്ളൂ. അത്രയും നല്ല വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് സുഖമില്ലാതെ നിൽക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാം, നിങ്ങളൊരു നല്ല ഹോമിയോ ഡോക്ടറെ കാണിച്ചു നോക്കുക. കാരണം ചില അസുഖത്തിനൊക്കെ നമുക്ക് ഹോമിയോ തന്നെയാണ് ബെസ്റ്റ്. അത് നിസ്സാരമായിട്ട് കാണുന്നു വേണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണുക. അതുപോലെ മുൻപ് ഒരുപാട് നമ്മുടെ ടിപ്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.